ഇന്നത്തെ വീഡിയോ ലിവിയെ കുറിച്ച് പറയാം. അല്ല, ലിവി അല്ല, ഇനിയസ്റ്റയെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ. അപ്പോൾ ഡാ അന്നെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഒരു ഹായ് കൊടുത്താ, ടാറ്റ കൊടുത്താ, ടാറ്റ കൊടുത്താ, ടാറ്റ ടാറ്റ. ആ അപ്പോൾ ഇന്നത്തെ മെയിൻ വീഡിയോ ഇനിയസ്റ്റേനെ കുറിച്ചിട്ടാണ്. അതായത് ഞങ്ങൾ ഡെലിവറി എല്ലാം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഞാൻ ഒരു കാര്യം പറയാം, എങ്ങനെ ഇനിയസ്റ്റ എന്നുള്ള പേര് വന്നു. അപ്പോൾ ഞങ്ങൾ സാധാരണ എവിടെ പോയി കഴിഞ്ഞാലും എവിടെ പേര് പറയേണ്ട എന്തൊരു ആവശ്യം വന്നു കഴിഞ്ഞാലും ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇതെന്ത് പേരാ, അതെന്ത് പേരാ, അർത്ഥം എന്താ. ചിലവർക്ക് അമ്പലത്തിലൊക്കെ പോയിട്ട് നമ്മള് വഴിപാട് കഴിക്കുമ്പോൾ ഞാൻ തന്നെ 2-3 വട്ടം നമ്മളാ എഴുതുന്ന റെസിപ്റ്റിൽ നമ്മളെ പേര് എഴുതി കൊടുക്കല്. അതുപോലെ ഡോക്ടർ അടുത്ത് പോയാൽ ഡോക്ടർ വരെ സ്പെല്ലിങ് ചോദിക്കും നമ്മളെ അടുത്ത്. അപ്പൊ സ്പെല്ലിങ് പറഞ്ഞു കൊടുക്കണം. ഫാർമസിയിൽ നിന്ന് നമ്മള് ചീട്ടൊക്കെ കൊടുത്തിട്ട് മരുന്നിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യുമ്പോൾ പേര് വിളിക്കുമല്ലോ. എല്ലാരും നോക്കും അങ്ങോട്ട് ആരാ ഏതാ ഇയാള് വെച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ ഡെലിവറി കഴിഞ്ഞിട്ട് ഇതേപോലെ ഡെലിവറിയുടെ മുന്നേ തന്നെ ഞങ്ങൾ പേര് പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ സ്നേഹയുടെ മെയിൻ ആയിട്ടുള്ള ഇതിന്റെ പേരിൽ ഞങ്ങൾ കൊറേ വഴക്ക് കൂടിയിട്ടുണ്ട് കേട്ടോ. പേരിനെ കുറിച്ചിട്ട് ഞാൻ മെയിൻ ആയിട്ട് വിചാരിച്ചായിരുന്നു ബേബി ഗേൾ ആവും തന്നെയാണ്. ഞാനത് ഒരു 7-ാം മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങള് ഒരു ബോയ് ആണോ ഗേൾ ആണോ എന്ന് അറിയില്ല. അപ്പൊ നമ്മള് ബോയ്ക്കും ഗേളിനുള്ള ഓരോരോ പേര് ഞങ്ങൾ കണ്ടുപിടിക്കാൻ നോക്കിയിരുന്നു. അപ്പോ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു, ബോയ് ആണെങ്കിൽ ഞാൻ പേരിട്ടും ഗേൾ ആണെങ്കിൽ നീ പേരിട്ടു പറഞ്ഞു. അതായിരുന്നു കരാറ്. അപ്പോ ഞങ്ങള് ഗേളായിരുന്നെങ്കിൽ എന്തായിരുന്നു പേരിട്ടിരുന്നത്? ഗേളായിരുന്നെങ്കിൽ നോവി കാസി എന്ന് ഇടാനായിരുന്നു. പക്ഷെ നമ്മൾ അടുത്ത ഗേളാകുമ്പോ പേരിടും, നോവി കാസി എന്ന് ഇടാനായിരുന്നു. ഗേളായിരുന്നെങ്കിൽ അതുപോലെ എനിക്കൊരു ബോയ് ആണെങ്കിൽ ഒരു ഫുട്ബോൾ റിലേറ്റഡ് പേരിടാനായിരുന്നു താല്പര്യം. ഞങ്ങള് കുറേ പേര് ആലോചിച്ചു. ഞാൻ ആദ്യം ബെക്കാം മേടിച്ചു കൊടുത്താ, ബെക്കാം ഞങ്ങളെ ബെക്കാം. പക്ഷെ ആ പേര് ഞാൻ പിടിച്ച പിടി തന്നെ പറഞ്ഞു നടക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. കുറേ പേരുണ്ടായിരുന്നു, ഫ്രാങ്കി ഡിജോങ്, പിന്നെ അങ്ങനെ കുറേ പേര് ഞങ്ങൾ കണ്ടെത്തിയിരുന്നു. കുറച്ച് വെറൈറ്റി ആയിരിക്കണം പേര്, ആ ഒരു ഇതായിരുന്നു. ഫുൾ നെയിം തന്നെ വേണം. ഫുൾ നെയിം അത് ഇട്ട് കഴിഞ്ഞാൽ അവൻ എന്താ ഒരു വെറൈറ്റി ഒന്നും ഇല്ലല്ലോ, ഇവനായിട്ടൊരു ഐഡന്റിറ്റി വേണ്ടേ, വേറൊരാളുടെ പേര് അങ്ങനെ എടുത്ത് ഇടണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. എന്നാൽ നമുക്ക് എന്തായാലും ഫുട്ബോൾ റിലേറ്റഡ് ആവണം എന്നുള്ള കാര്യം 100% ഉറച്ചു നിൽക്കുകയായിരുന്നു ഏട്ടൻ. അത് തന്നെ വേണം. അങ്ങനെയാണ് ലാസ്റ്റ് ഞങ്ങള് ഞാൻ എന്തോ ഒരു ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കാണുമ്പോഴാണ് പെട്ടെന്ന് ഇനിയസ്റ്റയുടെ കുറച്ച് വീഡിയോ വന്നത്. അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ ഒരു വീഡിയോ, പക്ഷെ ഇനിയസ്റ്റയുടെ ശരിക്കുള്ള പേര് ആൻഡ്രേസ് ഇനിയസ്റ്റ അങ്ങനെ എന്തോ ഒരു പേരാണ്. അപ്പോൾ ആ ഫസ്റ്റത്തെ വേർഡ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇനിയസ്റ്റ എന്നുള്ള വേർഡ് നമ്മളെടുത്ത് പറയുമ്പോൾ ഇനിയസ്റ്റ നല്ല പേരാണ്, അത് ഇവൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്നോട് പറഞ്ഞു നമുക്കൊരു സർനെയിമും കൂടി വേണമെന്നാണ്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് വേർഡ് എന്താക്കി, ഞങ്ങൾ ഇനിയസ്റ്റ എന്നാക്കി. സെക്കൻഡ് വേർഡായിരുന്നു പിന്നെ ഞങ്ങൾ ഇങ്ങനെ സെർച്ച് ചെയ്ത് കൺഫേം ആക്കി. അതിന്റെ മുന്നിലോ പിന്നിലോ എന്തെങ്കിലും ഒക്കെ ഇടാന്നുള്ള പിന്നെ അതായി പിന്നെ ഒക്കെ മാച്ചിങ് ആവോ പറയുമ്പോ ഒരു സുഖമുണ്ട്. പിന്നെ നമ്മൾ ഗൂഗിളിലും എല്ലായിടത്തും സർനെയിം തപ്പി നമുക്ക് ഇനിയസ്റ്റയുമായിട്ടൊരു മാച്ച് വരുന്നില്ല. അവസാനം ഞാന് എവിടുന്നൊക്കെ കിട്ടിയത്, നമ്മളിവിടുന്ന് ഞങ്ങള് വെസ്റ്റ് ബംഗാളായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നടക്കാൻ രാത്രി ആകുമ്പോ ഇറങ്ങും. രാത്രി ആകുമ്പോൾ ഞങ്ങൾക്ക് ഫ്രീ ആവും. അപ്പൊ രാത്രി ഞങ്ങൾ ഇങ്ങനെ നടക്കാൻ ഇറങ്ങും. അപ്പൊ ഞങ്ങള് ഒരു വേറൊരു ഭാഗത്തെത്തി, ഒരു ഇരുട്ടുള്ള ഭാഗത്തെത്തിയപ്പോഴാണ് ഞങ്ങൾ എന്തോ പറയണതിന്റെ കൂട്ടത്തില് ഈ പേരങ്ങ് വന്നു. അപ്പൊ വായിച്ചു നോക്കുമ്പോ രണ്ടും കൂടി ഒറ്റയടിക്ക് ഇനിയസ്റ്റ ലിവിൻ ഒരു സുഖം കിട്ടി പറയുമ്പോ തന്നെ. നമ്മളിങ്ങനെ ഓരോ പേര് ഇങ്ങനെ സജഷൻ ചെയ്ത് പോയിരുന്നു. അപ്പൊ പെട്ടെന്ന് ഇനിയസ്റ്റ ലിവിൻ അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇനിയസ്റ്റ ലിവിൻ, അപ്പോൾ അത് കുഴപ്പമില്ല പേര്. അപ്പൊ ഞാൻ പെട്ടെന്ന് നമ്മളെ വായന പെട്ടെന്ന് പേരായിരുന്നു. അപ്പൊ ഞാൻ പേര് കിട്ടുമ്പോഴും ജസ്റ്റ് രണ്ടും കൂട്ടി വായിച്ചു നോക്കും, ഫ്രണ്ടിലും ബാക്കിലും ഇട്ടിട്ട് ഇങ്ങനെ വായിച്ചു നോക്കുമ്പോ ഒരു സുഖമേ. ലിവിൻ എന്ന് പറയുമ്പോ സെറ്റായി തോന്നി ഞങ്ങൾക്ക്. അപ്പൊ തന്നെ മറ്റേ ഡിയോന്റെ ഭാഗത്ത് തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ ലിവിൻ ആകുമ്പോൾ ഞങ്ങളോട് പറഞ്ഞു ചെയ്തു, നമുക്ക് ഈ കണ്ണ, കുട്ട, മുത്തേ, പൊന്നെ അങ്ങനത്തെ വിളിയൊന്നും വേണ്ട, ഈ ലിവിൻ ആകുമ്പോൾ നമുക്ക് ചുരുക്കിയിട്ട് ലിവി എന്ന് വിളിക്കുക. അങ്ങനെ ഞങ്ങൾ ലിവിന്ന് ആദ്യമേ പറഞ്ഞിരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത് മെയിൻ ആയിട്ടുള്ള കാര്യം അനീഷ എന്നുള്ള പേര് അനീഷന്റെ നാട്ടിലധികം ആർക്കും അറിയത്തില്ല. എന്നെ കണ്ണ വിളിച്ചിട്ട് ഇക്കാണെങ്കിൽ അത് കേൾക്കണതേ പ്രാന്ത. ഒരു നാട്ടില് 10 കണ്ണന്മാരുണ്ടാവും. പിന്നെ ഞങ്ങൾക്കുണ്ടായിരുന്നു അധികം ആർക്കും ഇല്ലാത്തൊരു പേരിടണം, അങ്ങനെ ഞങ്ങൾക്ക് നല്ല പേര് കിട്ടി. പിന്നെ നെക്സ്റ്റ് ഞങ്ങളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് വീട്ടിലെങ്ങനെ അവതരിപ്പിക്കുന്നതായിരുന്നു. വീട്ടുകാർക്ക് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എങ്ങനത്തെ പേര്. അവർ കരുതിയിരിക്കുന്നത് ഞങ്ങളോട് ചോദിച്ചു ആദ്യമേ എന്താ പേര് കണ്ടെത്തിയത്. അപ്പോൾ ഞാൻ ആരുടെ അടുത്തും ഒന്നും പറഞ്ഞില്ല. എന്നിട്ട്
ആരുടെ ഒന്നും പറയില്ല. എൻ്റെ അമ്മ ചോദിച്ചു, അച്ഛൻ ചോദിച്ചു, കുറേ പേര് ചോദിച്ചു, ഇവളെ വീട്ടുകാരൊക്കെ ചേച്ചിമാരൊക്കെ ചോദിച്ചു. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു വെച്ചാൽ ആരോടും പറഞ്ഞില്ല പേരിനെ കുറിച്ചിട്ട്. ഞങ്ങളിങ്ങനെ ആലോചിക്കുന്നുണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ലെൻസ് എടുത്തേക്കുന്നു. ലെൻസ് ബാക്കി കളിച്ചു. വെറും വാശിയാണ്. ഇവിടെ ഇരിക്കും. എന്നിട്ട് വീട്ടുകാരോട് ആരോടും ഞങ്ങൾ ഈ പേര് അവതരിപ്പിച്ചില്ല. പിന്നെ വേറൊരു കാര്യം ഉണ്ടായിരുന്നു. ഇപ്പം എൻ്റെ അനീഷ് കെ, അതുപോലെ തന്നെ ഇവളെ സ്നേഹ കെ, ഒരു കെ ഇനീഷ്യൽ ഉണ്ടായിരുന്നു വീട്ടുപേര് വാലിന്. അപ്പോൾ പിന്നെ ഇവള് പറഞ്ഞു ഇനിയസ്റ്റ ലിവിൻ കെ ആരെങ്കിലും ഇട്ടു, അതെന്തൊരു വൃത്തിയായിട്ട പേരാണ്. അപ്പോൾ ഞങ്ങൾ കെ എന്നുള്ളതോടെ ഒഴിവാക്കിയിട്ട് ഓൺലി ഇനിയസ്റ്റ ലിവിൻ, ഇനീഷ്യൽ ഇട്ടില്ല. അപ്പോൾ ഇനിയസ്റ്റ ലിവിൻ മാത്രമാക്കി. പിന്നെ ഡെലിവറിയുടെ സമയത്ത് ആരോടും ഒന്നും പറഞ്ഞില്ല, ഞങ്ങൾ ആരുടെ ഒന്നും പറഞ്ഞില്ല, സസ്പെൻസ് ആക്കി വെച്ചു. 2 പേരുണ്ടായി, നോവി കേസി അതുപോലെ ഇനിയസ്റ്റ ലിവിൻ. അപ്പോൾ ആൺകുട്ടിയുടെ പെൺകുട്ടിയാണോ നമുക്കറിയില്ല. പിന്നെ ഡെലിവറി കഴിഞ്ഞ് ആൺകുട്ടിയാണെന്ന് ആയി. അപ്പോൾ പിന്നെ പേര് ഞങ്ങൾക്ക് മനസ്സിലായി ഏത് പേരാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. എന്നിട്ടും ഞങ്ങൾ കരുതിയത് നമ്മളെ പേരിടൽ ചടങ്ങിൽ എല്ലാവരോടും പറഞ്ഞാൽ മതി, അതുപോലെ ആരോടും ഒന്നും പറയേണ്ടായിരുന്നു. പക്ഷേ ആ സമയത്താണ് പ്രശ്നം വന്നത്. ബർത്ത് സർട്ടിഫിക്കറ്റിൽ പേര് വേണമായിരുന്നു. അപ്പോൾ നമുക്കൊരു പേര് പറയണം. അപ്പം ചിലർ ആ സമയത്ത് എന്തെങ്കിലും ഒരു കായക്കൊള്ളാത്ത പേര് പറഞ്ഞിട്ട് അങ്ങനെ ആ സമയത്താണ് ശരിക്ക് ചിലർ മനസ്സിലില്ലാത്തൊരു പേര് ആ കുട്ടിക്ക് വരുന്നത്. അപ്പോൾ ആ സമയത്താണ് എല്ലാവരും ഞങ്ങളോട് ചോദിച്ചു, പറയും പേര് കണ്ടുവെച്ചു എന്ന് എല്ലാവരും പറഞ്ഞു. അപ്പോ ഇവള് കിടക്കപ്പനോട് ചോദിച്ചു പേരെന്താ വെച്ചു. അപ്പൊ എന്നോട് ഇവള് പറഞ്ഞു ഏട്ടൻ പറയാ പേര് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇനിയസ്റ്റ ലിവിൻ. എന്ത് അതെ എന്ത് എന്നിട്ട് ഞാൻ ഇവളമ്മയൊക്കെ ഞാൻ 10 വട്ടം പേര് പറഞ്ഞത് ഇനിയസ്റ്റ എന്ന് പ്രൊണൗൺസ് ചെയ്യാൻ തന്നെ അവർക്ക് വരുന്നില്ല. എഴുതി കൊടുത്ത് മലയാളത്തിലൊക്കെ എഴുതി കൊടുത്ത്. അപ്പോൾ ഇവരെന്നിട്ട് ഇവരെടുത്ത് ഇപ്പോൾ ചോദിക്കും, നാട്ടിലാരെല്ലാം ചോദിക്കുമല്ലോ, സ്നേഹിക്ക് കുട്ടി ഉണ്ടായിരുന്നു, എന്താ പേരിട്ടു, അത് എന്തോ ഒരു പേരാണ്. പിന്നെ വീട്ടുകാരുടെ അടുത്ത് എല്ലാവരുടെ ഒരു കാര്യം പറഞ്ഞിരുന്നു, ലിവിന്ന് മാത്രം വിളിച്ചാൽ വേറൊന്നും വിളിക്കേണ്ട. ചിലവര് വന്നിട്ട് ഇവനിങ്ങനെ കളിപ്പിക്കാൻ വേണ്ടി കുട്ടാ കണ്ണ, അപ്പൊ ഞങ്ങൾ ആദ്യം മുതലേ ലിവി എന്ന് വിളിച്ചിട്ട് ഇവന് പേര് ഫസ്റ്റ് തന്നെ ഇവന് ഇതായിരുന്നു, ക്യാച്ച് ആയിരുന്നു. അപ്പോ അങ്ങനെയാണ് ഇവനൊരു ഇനിയസ്റ്റ ലിവിനായി മാറിയത്. അപ്പൊ പന്തൊക്കെ കളിക്കും, പന്ത് 3-4 ഉണ്ട്, തട്ടി കളിക്കും. ഇനി ഒന്ന് വലുതായിട്ടൊന്നും വേണം അവനത് വാർത്തെടുക്കാൻ അല്ലേ. അവന്റെ ഇഷ്ടം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് വെച്ച് പോകും. എന്നാലും ഇതിലേക്കൊന്ന് വിടാൻ ഞങ്ങൾ മാക്സിമം. ഇവനും ഞാനും പാടെ ഒരു ടീമിൽ കളിച്ചിട്ടുണ്ട്, എനിക്ക് വിരമിക്കാൻ വേണ്ടിട്ട്, ബൂട്ട് കഴിക്കാൻ വേണ്ടിട്ട്. ഇതൊക്കെ കാണാം. അപ്പൊ ഇതാണ് ഇനിയസ്റ്റ ലിവിന്റെ കഥ. ഇനിയസ്റ്റ ലിവിന് ഇവിടുന്നാണ് വന്നത് അല്ലേ ലിവിയെ? അപ്പൊ ഇവിടുന്നാണ് ഇനിയസ്റ്റ ലിവിന് വന്നത്. ഇനിയിപ്പോ ലിവിനുമായിട്ടുള്ള ഓരോരോ നമ്മള് ഡൽഹിയിൽ പോയിട്ട് ഹിന്ദിക്കാര് ചോദിക്കുമ്പോഴും പേര് പറയുമ്പോ അവർക്ക് എന്തൊക്കെയോ ഒരു പൊരുത്തക്കേട്. അധികം ചോദിക്കും ക്രിസ്ത്യൻസ് ആണോ. ഞാൻ പൊതുവെ പൊട്ടും അതുപോലെ സിന്ദൂരൊന്നും ഇടാത്തോണ്ട് നിങ്ങൾ ക്രിസ്ത്യൻസ് തന്നെ അല്ലേ, കൊച്ചിന്റെ പേര് അത് തന്നെ എന്നൊക്കെ ചോദിച്ചായിരുന്നു. അങ്ങനെയൊക്കെ കാര്യം. അപ്പൊ ഇതാണ് ഇനിയസ്റ്റ ലിവിന്റെ കഥ. ഇത് ഞങ്ങളോട് കുറെ പേര് ചോദിക്കലുണ്ടായിരുന്നു എങ്ങനെ പേര് കിട്ടി അങ്ങനെയൊക്കെ. പിന്നെ ഇപ്പൊ എല്ലാരും ഇപ്പൊ വെറൈറ്റിയുടെ പിറകിലാണ്. അത്യാവശ്യം നല്ല നല്ല പേരായിരുന്നു. പണ്ടത്തെ പോലെ ഒരു വെറൈറ്റി പാറ്റേൺ, പണ്ടത്തെ പോലെ ഒരേ പാറ്റേണിൽ പോവല്ലേ, ഏതാവർക്കും മനസ്സിൽ തോന്നി അതുപോലെ അല്ല. അപ്പൊ എന്റെ പേരും സ്നേഹയുടെ പേരും തമ്മിൽ എന്റെ പേരിനും ഒരു ബന്ധമില്ല അല്ലേ. അത് ഇവിടെ 2 അക്ഷരം എടുത്തിട്ട് എന്റെ 2 അക്ഷരം എടുത്തിട്ട് അങ്ങനത്തെ ഒരു പേരല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്. അപ്പൊ പേരെന്തായാലും ഞങ്ങൾക്കും നല്ലോണം ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇനി വലുതാവുമ്പോഴേ അറിയൂ ഇവൻ ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ള കാര്യം. ഇപ്പൊ സ്കൂളിലൊക്കെ പോയാലാണ് നമ്മളിങ്ങനെ മറ്റേ അറ്റൻഡൻസ് ഒക്കെ പറയുമ്പോഴാണ് ഇനിയസ്റ്റ ലിവിൻ പ്രസൻസ്. അപ്പൊ ഇതാണ് ഇനിയസ്റ്റ ലിവിന്റെ കഥ അല്ലേ ലിവിയ? ഇതാണ് ലിവിയുടെ കഥ. ഇനി ഞങ്ങൾ ഇതുപോലത്തെ വേറെ കഥയുമായിട്ട് വരണ്ട്. ഞങ്ങൾക്കിപ്പോൾ എന്തായാലും വേറെ പണിയൊന്നുമില്ല, എന്തായാലും ലീവിനൊന്നും അങ്ങനെ ഇരിക്കുകയാണ്. ലീവ് കഴിയാനായി, ഒരാഴ്ചയും കൂടി ഉണ്ട് അല്ലേ. ഞാൻ ടാറ്റ പറയാ. ടാറ്റ
അപ്പോൾ ഇതുപോലത്തെ വേറെ വീഡിയോസ് ഞങ്ങൾ വരണ്ട് അല്ലേ? ഉമ്മ കൊടുക്ക. ഉമ്മ കൊടുത്തു. ഉമ്മ അവർക്ക് ഉമ്മ കൊടുക്ക്. ആ ഫോൺ അരിക്ക് നോക്കി ഉമ്മ കൊടുക്ക്. ആ ടാറ്റ 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 എങ്ങനെ കൊടുക്കുക? ഇങ്ങനെ ഈ കൈ കൊണ്ട് കൊടുക്കുക. ഈ കൈ കൊണ്ട് കയ്യിൽ നിറച്ച സാധനങ്ങളാണ്, ഒന്നില്ല ലെൻസ്, ഒന്നില്ല. ആ ടാറ്റ ടാറ്റ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മൈക്ക് വെച്ചുകൊണ്ട് ഒരു എക്സ്ട്രാ മൈക്ക് ഉണ്ടായി. സോറി സാർ, എക്സ്ട്രാ മൈക്ക് ഉണ്ടായിരുന്ന കയ്യിൽ കൊടുത്തതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ വിശേഷങ്ങളും ലിവിയുടെ കഥയും. അപ്പോൾ ഇതുപോലത്തെ വേറെ കഥകളും വേറെ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വേറൊരു വീഡിയോയുമായി വരണ്ടേ അല്ലേ? അതുവരെ എല്ലാവർക്കും ബൈ ബൈ.